ഇതേപോലെ ദൈവത്തെ കഴിഞ്ഞാൽ എല്ലാമായി ആത്മാർത്ഥമായി മനസ്സിൻ്റെ ഉള്ളിൽ, അതായത് നമ്മളെയൊന്നും ബോധിപ്പിക്കാനോ എല്ലാ ജനങ്ങളെ ബോധിപ്പിക്കാനല്ല, മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്വന്തം മകളെ അല്ലെങ്കിൽ സ്വന്തം ഒരു കൊച്ചുമകളെ പോലെ കണ്ട എൻ്റെ മോളെ ഇത്ര ആത്മാർത്ഥമായി ആ ജീവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഉള്ളിൻ്റെ ഉള്ളിൽ സൗണ്ട് പുറത്ത് വരാത്ത സമയത്തും ആരെ കണ്ടാലും നിമിഷയുടെ കാര്യം എന്തായിന്ന് കേട്ട് രക്ഷപ്പെടുത്താനായിട്ട് മനസ്സ് കാണിച്ച് എന്തു വരാണെങ്കിലും, നിങ്ങൾ എത്ര കാശ് വരുവാണെങ്കിലും ഞങ്ങളെ പേടിക്കണ്ട എന്നുള്ള സഹായം തരാനായിട്ട് മനസ്സിന് ആ വാക്ക് തന്ന ധൈര്യം തരാനായിട്ടുള്ള ഒരേ ആള് ഞങ്ങളിൽ നിന്ന് വിട്ടുപോയതിൻ്റെ വേർപാടിൻ്റെ എങ്ങനെ പറഞ്ഞറിയിക്കാമെന്നറിയില്ല. ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഇത്രയും സ്നേഹിക്കുന്ന ഒരു മഹാനായ മനുഷ്യൻ ഇനി ഭൂമിയിൽ ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇനി ഇതേപോലെ ഒരാളും ഇതേപോലെ ഒരു മന്ത്രിയും ഉണ്ടാവില്ല. ഇല്ല ഇല്ല. ആ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ബുദ്ധിമുട്ടുകൾ എങ്ങനെ പറഞ്ഞറിയിക്കാന്നറിയാൻ പാടില്ല. ചൊവ്വാഴ്ച വാർത്തകൾ കേട്ടപ്പോൾ തന്നെ ഉള്ള നെട്ടൽ ഇനിയും മാറിയിട്ടില്ല. പക്ഷെ ചികിത്സയ്ക്ക് ബാംഗ്ലൂരൊക്കെ പോയെങ്കിലും അസുഖം കുറഞ്ഞു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലിരുന്നതായിരുന്നു. എപ്പോഴും ആര് കാണാൻ പോകുമ്പോഴും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ആര് സാറിനെ കാണാൻ പോകുമ്പോഴും പറയുന്നത് എന്തായി, നിമിഷമോളുടെ കാര്യം എന്തായി, കേസിന്റെ കാര്യം എന്തായി എന്നല്ലാതെ വേറെ വിശേഷങ്ങൾ കേൾക്കാനില്ല സാറിന് ഇത് മാത്രമേ ഉള്ളൂ കേൾക്കാനും പറയാനും. പറ്റാത്ത സമയം മോനോട് പറഞ്ഞ് എഴുതിച്ച് ചോദിക്കണം. അതാണ് മോനോട് എഴുതി കാണിച്ച് പറയുന്നതാ. സംസാരിക്കാൻ സൗണ്ട് പോയപ്പോഴും കൂടി ആ ഒരു ബുദ്ധിമുട്ടാണ് ഓർമ്മയിലുള്ളത്. ഉണ്ട് ഇനി എൻ്റെ ജീവിതം തന്നെ പോരാ, സാറിനോട് നന്ദി പറയാനും അത്രയും കടപ്പെട്ട ഒരു ജീവിതമാണ്. എൻ്റെ കുടുംബത്തെ ഒരാൾ പോയാൽ എനിക്ക് ഇത്രയും വേദനയില്ല. അത്രയും ഞാൻ തകർന്നു പോയി. ചൊവ്വാഴ്ചയ്ക്ക് ശേഷം തീരെ ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്നുള്ള വിഷമത്തിലാണ്. പാടില്ലാതിരിക്കുമ്പോഴും അലുവിയിലൊക്കെ വന്നെന്ന് പറഞ്ഞു. ഒരു നോക്ക് കാണാനായിട്ട് ഒരുപാട് സാധിച്ചില്ല. സർജറി ചെയ്ത ശേഷം സൗണ്ട് പോയി. കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തടസ്സമാണ് ഇങ്ങോട്ട് കിട്ടിയത്. കാരണം പോയാലും ഒരു വാക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതിലാണ് പോയി കാണാൻ കഴിയാണ്ട്. എത്ര വൈകിയാലും സാറിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് എൻ്റെ ഭാര്യയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ ധരിപ്പിക്കാനും കേന്ദ്രമന്ത്രി പി മുരളീധരൻ സാറിനെ കാണുവാനും, അതിനുശേഷം ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെന്നപ്പോഴാണ് സാറിനെ എല്ലാവരും കണ്ടത് നിയമസഭ കൂടുന്ന സമയത്ത്. അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളോടൊപ്പം നിന്ന് ഹെൽപ്പ് ചെയ്ത ഒരാളാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻ മന്ത്രി മുരളീധരൻ സാറിനെ കാണാൻ വേണ്ടി അന്വേഷിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞ് 2-3 പ്രാവശ്യം 2-3 മണിക്കൂറുകളൊക്കെ സമയം കളഞ്ഞ് സാറിനോടൊപ്പം കൂടി നിന്ന് സംസാരിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നിമിഷപ്രിയയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ധരിപ്പിക്കുവാനും ഉമ്മൻചാണ്ടി സാർ ഞങ്ങളോടൊപ്പം കൂടെ നിന്നിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂടെ വന്ന് മുരളീധരൻ സാറിനെ കണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളും നിമിഷപ്രിയയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മുരളീധരൻ സാറിനോട് ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയും ഞങ്ങളുടെ കൂടെ റെസ്റ്റ് ഹൗസിലേക്ക് വരികയും അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നിമിഷപ്രിയയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ സഹായത്തിനും മുന്നിൽ നിന്ന് നയിച്ച ഒരാളാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറ്. അതോടൊപ്പം തന്നെ മുരളീധരൻ സാറിന് ഉമ്മൻചാണ്ടി സാറിന് സുഖമില്ലാതിരുന്ന സമയത്ത് പോയി കാണുകയും കണ്ട സമയത്തും നിമിഷപ്രിയയുടെ കാര്യത്തെപ്പറ്റിയായിരുന്നു ചോദ്യം. എന്തായി നിമിഷപ്രിയയുടെ കാര്യത്തിൻ്റെ എവിടം വരെ എത്തി, എത്രയും പെട്ടെന്ന് എനിക്ക് പരിഹാരം കാണണം എന്ന് ആരെ കണ്ടാലും ആവശ്യപ്പെടുമായിരുന്നു. അതുപോലെ തന്നെ യൂസഫലി സാർ വന്നപ്പം യൂസഫലി സാറിനോട് ഇതുപോലെ തന്നെ ചോദിച്ചു, എന്തായി ഞങ്ങളുടെ നിമിഷപ്രിയയുടെ കാര്യം എന്തായി. ഞങ്ങളുടെ നിമിഷപ്രിയ എന്നാണ് ഉമ്മൻചാണ്ടി സാർ പറയണേ. അപ്പം അത്രത്തോളം എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിനും ഈ സുഖമില്ലാത്ത സമയത്ത് പോലും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ജനസേവനത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു വ്യക്തിത്വം കാണിച്ച ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറിന് 1000 നന്ദി പറയുകയാണ്. ഇന്ന് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. മരണവാർത്ത കേട്ടപ്പം നമുക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം ചോദിച്ചാൽ ശകലം ബുദ്ധിമുട്ടല്ല,
ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന ഹെൽപ്പൊക്കെ ചെയ്തു തന്നിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മളെ വിട്ട് പിരിയുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന ശകലമൊന്നുമല്ല. ഞങ്ങളിപ്പോൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയിലൊക്കെ ആയതുകൊണ്ട് അതോടൊപ്പം തന്നെ എങ്ങനെയായാലും ഉമ്മൻചാണ്ടി സാറിന് ഇവിടെ നാട്ടിൽ വരുമ്പം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് കഴിയുമ്പം കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എനിക്കും എൻ്റെ കുഞ്ഞിനും അമ്മയ്ക്കും. അങ്ങനെ ഞങ്ങൾ ഇന്നലെ തന്നെ തീരുമാനിച്ച് അതുകൊണ്ട് ഞങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ വേണ്ടി വരുന്നൊക്കെ കാണാനും അസുഖബാധ ആയതിനു ശേഷം ഞങ്ങൾ 1 വർഷം മുമ്പ് കണ്ടതല്ലാതെ പിന്നീട് സീരിയസ് ആയതിനു ശേഷം ഞങ്ങൾ കണ്ടിട്ടില്ല. ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കേട്ടുപരിചയങ്ങളും അതുപോലെ തന്നെ കേട്ട അനുഭവങ്ങളാണ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയും മറ്റുള്ള എല്ലാ ആളുകളെയും കാണുവാൻ വേണ്ടി ഞങ്ങൾ ചെന്നപ്പം അതിനകത്ത് ഞങ്ങളോടൊപ്പം തന്നെ സുഖമില്ലാത്ത ആ അവസ്ഥയിൽ പോലും സംസാരിക്കാൻ പോലും പറ്റില്ല. എന്നിട്ട് പോലും ഞങ്ങളോടൊപ്പം തന്നെ നിന്ന് നിയമസഭ കൂടുന്ന സമയത്ത് പുറത്ത് വന്ന് നിന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രിയെ അറിയിക്കാൻ വേണ്ടി മുരളീധരൻ സാറിനെ അറിയിക്കാൻ വേണ്ടി വിളിക്കുകയും തിരുവനന്തപുരത്തുണ്ടോ എവിടെയാണെന്നൊക്കെ ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അത്യാവശ്യ കാര്യമുണ്ട്, ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീണ്ടും കുറേ നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങളുടെ മുരളീധരൻ സാറിനെ കാണാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി സാർ ഞങ്ങളോടൊപ്പം തന്നെ റെസ്റ്റ് ഹൗസിലേക്ക് വന്നൊരു ഞാനിപ്പം പുതിയ വീട്ടിലാണ് ചെന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പം താമസം കൊണ്ട് വരാൻ ഞങ്ങൾ അറിയാം. ഇപ്പം ഞാനിപ്പോൾ തറവാട്ടിലേക്കാണ് വന്നേക്കുന്നത്. നമ്മളിപ്പോൾ തറവാടിൻ്റെ സൈഡിൽ തന്നെ നിൽക്കുന്നത്. ജനങ്ങളെ കണ്ടിട്ട് ഇതിപ്പം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനി ഈ ലോകത്ത് ഇതുപോലൊരു അനുഭവം ഉണ്ടാവുമോ, ഇതുപോലെ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് സിനിമ ഉമ്മൻചാണ്ടി സാറിനുണ്ടാവുമോ എന്ന് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളെ ഞാൻ. അത്രയും ജനകീയനായ നല്ലൊരു മനുഷ്യൻ, നല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ജീവിച്ചൊരാളാണ്. അപ്പം ഞങ്ങൾക്ക് ഈ ഹെൽപ്പും കൂടി ചെയ്തപ്പോൾ കൂടുതലും ഇതിനെപ്പറ്റി നല്ലൊരു ആത്മവിശ്വാസവും അതുപോലെ കൂടുതൽ അറിവ് നമുക്ക് ലഭിച്ചു. ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രവർത്തനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ വില തീർച്ചയായിട്ടും ഇപ്പം ഈ ജനങ്ങൾ മുഴുവൻ കണ്ടു. അപ്പം